വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുറന്നു കഴിഞ്ഞു. ഇനി പാരന്റ്സിന്റെ പ്രധാന ടെൻഷൻ കുട്ടികൾക്ക് എന്താണ് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കുക എന്നുള്ളതാണ്. ഈ സെയിം ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ ടെൻഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ഞാനൊരു ടിഫിൻ ബോക്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ. അപ്പോൾ അതനുസരിച്ചിട്ട് മൺഡേ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെജ് ഫ്രാങ്കിയാണ്. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു സ്കൂൾ ഡേയ്സിൽ 5 to 6 hours കുട്ടി സ്കൂളിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടിഫിൻ ബോക്സിൽ കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ടിഫിനിൽ കൊടുത്തയക്കുന്നത്. അപ്പോൾ വെജ് ഫ്രാങ്കി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 3 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു ക്യാപ്സിക്കം തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഓപ്ഷനിലാണ്ട്, വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിന് വേണ്ട മസാലകൾ: 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 3 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, കുറച്ച് ബട്ടർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ഇതിന് വേണ്ട ഡോവ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തി മാവാണ്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് വെച്ചതാണ്. ഇതൊരു 1/2 hour കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഫ്രാങ്കിക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. അടുപ്പത്തൊരു പാൻ വെച്ച ശേഷം പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചെറുതായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ചെറുതായിട്ട് വാടി അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊക്കെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഈ എല്ലാ മസാലകളും എല്ലാം ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മതി. അധികം വേവേണ്ട ആവശ്യമില്ല. ഇത് വളരെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്ന വെജിറ്റബിൾസും ബോയിൽ ചെയ്ത പൊട്ടറ്റോയുമാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, എടുത്ത് വെച്ചിട്ടുള്ള ചാറ്റ് മസാല ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെച്ച് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രാങ്കിക്ക് വേണ്ട ബേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ 2 ബോൾസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് പൊടി വിതറി കൊടുത്ത ശേഷം ചപ്പാത്തിക്ക് പറ്റുന്ന പോലെ തിന്നായിട്ട് പരത്തിയെടുക്കാം.
ഇതേപോലെ തന്നെ നമുക്ക് ഒരു ചപ്പാത്തിയും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ചപ്പാത്തി തയ്യാറാക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ചൂടായ പാനിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ചൂടായിട്ട് ഇങ്ങനെ പൊങ്ങി വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. 2 സൈഡും ചെറുതായിട്ടൊന്ന് ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. അതേപോലെ അടുത്ത ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാം. ചപ്പാത്തിയുടെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ വേണ്ട നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഹാഫ് കുക്കായ 4 ചപ്പാത്തി ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കുറച്ച് ബട്ടർ 2 സൈഡിലും തേച്ചൊന്ന് മുറിച്ചെടുക്കാം. ചൂടായ തവയിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഓരോന്നായിട്ടിട്ട് 2 സൈഡും കുറച്ച് ബട്ടർ തേച്ച് മുറിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ സെയിം പ്രൊസീജിയറാണ് ബാക്കി എല്ലാ ചപ്പാത്തിയിലും ഞാൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഫ്രാങ്കി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തി എടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ എത്തുന്ന രീതിയിൽ തിക്കായിട്ട് ഒരു ലൈൻ പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മയോണൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, മല്ലിയില ഒക്കെ ഇതിന് മേലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കി ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പർ ഇട്ട ശേഷം അതിൻ്റെ കോർണറിലായിട്ട് ഫ്രാങ്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇത് അയയ്ക്കുക. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല ടിഫിൻ ബോക്സ് റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.